ഹായ് മക്കളെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണ് എങ്ങനെയാണ് സാറേ മോക്ക് ടെസ്റ്റ് എഴുതുക, എങ്ങനെയാണ് എക്സാം എഴുതിയിട്ട് അനലൈസ് ചെയ്യുക, ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അതിനെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ടൊരു വീഡിയോ ആണ് ഈ സമയം ചെയ്യുന്നത്. നിങ്ങൾ അവസാനം ഒരു പ്രിപ്പറേഷൻ സമയത്താണ്. സോ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് എക്സാം എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യേണ്ടത് ഈ മെത്തേഡ് ഉപയോഗിച്ച് നോക്കുക. എൻ്റെ പ്രിപ്പറേഷൻ സമയത്ത് ഞാൻ ഉപയോഗിച്ച മെത്തേഡാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതായത് നിങ്ങൾ എക്സാം എഴുതിയിട്ട് വന്നു, എക്സാം എഴുതി 180 ക്വസ്റ്റ്യൻ്റെ എക്സാം നിങ്ങൾ എഴുതിയിട്ട് വന്നു. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ, അതായത് നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, അറ്റൻഡ് ചെയ്തു എന്നത് എഴുതാം. ഓക്കെ, എന്നിട്ട് അതിൽ എത്ര സ്കോർ കിട്ടി നോക്കുക. അതായത് ഞാൻ ഇത്ര പർട്ടിക്കുലർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, ആ പർട്ടിക്കുലർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഇത്ര ആൻസർ എനിക്ക് കിട്ടേണ്ടതുണ്ട്, ഐ മീൻ മാർക്ക്. ഇനി നമുക്ക് മൊത്തവും 3 വിഷയമുള്ളത്: ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. അതിൽ ബയോളജിയിൽ ഞാൻ എത്ര അറ്റൻഡ് ചെയ്തു, ഫിസിക്സ് എത്ര അറ്റൻഡ് ചെയ്തു, കെമിസ്ട്രിയിൽ എത്ര അറ്റൻഡ് ചെയ്തു എന്നുള്ള കാര്യം നോക്കാം. ഇനി അതിൽ ബയോളജിയിൽ എത്ര എണ്ണം ശരിയായി, ഫിസിക്സിൽ എത്ര എണ്ണം ശരിയായി, കെമിസ്ട്രിയിൽ എത്ര എണ്ണം ശരിയായി നോക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇനി എത്ര എണ്ണം നെഗറ്റീവായി, ഫിസിക്സ് എത്ര നെഗറ്റീവായി, കെമിസ്ട്രി എത്ര നെഗറ്റീവായി എന്ന് ശ്രമിക്കാം. ഇനി നമുക്ക് ഡിസൈഡ് ചെയ്യാം. നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ടോട്ടൽ സ്കോർ നോക്കി. ടോട്ടൽ സ്കോർ ഒരു കുട്ടിയുടെ 500 എന്ന് വിചാരിക്കും. എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കുട്ടി കിട്ടേണ്ട മാർക്ക് 500 എന്ന് വിചാരിക്കാം. എന്നാൽ കുട്ടി മാർക്ക് നോക്കിയ സമയത്ത്, എക്സാമിനേഷൻ മാർക്ക് നോക്കിയ സമയത്ത് 300 മാർക്കാണ് കിട്ടിയെന്ന് വിചാരിക്കാം. കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടേണ്ടതുണ്ടായിരുന്നു എക്സാം എഴുതിയപ്പോൾ? 500. കുട്ടിക്ക് എന്നാൽ എത്ര മാർക്ക് കിട്ടി? 300. എങ്കിൽ കുട്ടി നോക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും. എത്ര ബയോളജി നെഗറ്റീവാക്കി, എത്ര ഫിസിക്സ് നെഗറ്റീവാക്കി, എത്ര കെമിസ്ട്രി നെഗറ്റീവാക്കി. ഇനി നെഗറ്റീവാക്കി ക്വസ്റ്റ്യനിലേക്ക് പോവുക. ബയോളജി നെഗറ്റീവാക്കി ക്വസ്റ്റ്യനിലേക്ക് പോവുക. അതിന് ശേഷം ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, നെഗറ്റീവായ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, നെഗറ്റീവായ ക്വസ്റ്റ്യനിലേക്ക് പോയി എന്തുകൊണ്ട് നെഗറ്റീവായി, വൈ എന്തുകൊണ്ട് നെഗറ്റീവായി, എന്തുകൊണ്ട് എന്തായി നെഗറ്റീവായി, വൈ എന്തുകൊണ്ട് നെഗറ്റീവായി എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവുന്നതുകൊണ്ട് എന്തുകൊണ്ട് നെഗറ്റീവായി, വൈ. അതായത് നോക്കേണ്ട കാര്യം കൺസെപ്റ്റ് ആണോ, നിങ്ങൾ ഓപ്ഷൻ തെറ്റായിട്ട് മാർക്ക് ചെയ്തതാണോ, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാത്തതാണോ, അല്ലെങ്കിൽ എന്താണ് കെയർലെസ് ആണോ. അതായത് എന്തുകൊണ്ട് എനിക്ക് എന്ത് കിട്ടിയില്ല, ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല, എന്തുകൊണ്ട് ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടുപിടിക്കുക. എന്തുകൊണ്ട് ഞാൻ വിചാരിച്ച മാർക്ക് എനിക്ക് എന്ത് ചെയ്യില്ല, കിട്ടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് വിചാരിച്ച മാർക്ക് കിട്ടിയില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. എക്സാം അനലൈസ് ചെയ്യുന്നത് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു നോക്കൂക്കളെ, എന്തുകൊണ്ട് കിട്ടിയില്ല. എന്തൊക്കെയാണ് നോക്കേണ്ടത്? കൺസെപ്റ്റ് കാരണം എനിക്ക് റോങ് ആയതാണോ, എന്ത് കാരണം, കൺസെപ്റ്റ് കാരണം റോങ് ആയതാണോ. അപ്പം ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കി, കൺസെപ്റ്റ് കാരണം റോങ് ആയെങ്കിൽ കൺസെപ്റ്റ് ശരിയാക്കണം. ഇനി ഓപ്ഷൻ കാരണം റോങ് ആയെങ്കിൽ ഓപ്ഷൻ ശരിയാക്കണം. ഇനി അറ്റൻഡ് ആക്കാത്തതാണെങ്കിൽ അറ്റൻഡ് എന്ത് ചെയ്യണം, സെറ്റാക്കണം. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, റെഡി ആക്കണം. അപ്പം കൺസെപ്റ്റാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ പഠിക്കുക. ഓപ്ഷൻ തെറ്റുകയാണെങ്കിൽ മനസ്സിലായി, ഓപ്ഷൻ തെറ്റുകയാണ്, അടുത്ത എക്സാമിന് ഓപ്ഷൻ ശരിയാക്കുന്ന കാര്യം ശരിയാക്കി എഴുതുക. അറ്റൻഡ് ചെയ്തതിൽ ബബിൾ ചെയ്തതിൽ ശരിയാണെങ്കിൽ ബബിൾ ചെയ്യുന്നത് ശരിയാക്കാതെ. അപ്പം എക്സാം എഴുതുന്ന സമയത്ത് വൈ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വൈ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയിൽ ഏതോ ക്വസ്റ്റ്യൻ തെറ്റി, ഏതോ ക്വസ്റ്റ്യൻ റോങ് ആയി, എത്ര ക്വസ്റ്റ്യൻ ശരിയായി, എന്തുകൊണ്ട് റോങ് ആയി. ടോട്ടൽ അതായത് നിങ്ങൾ ആലോചിക്കുക, 500 മാർക്ക് കിട്ടുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ 500 മാർക്ക് കിട്ടേണ്ട കുട്ടിക്ക് കിട്ടിയത് എത്ര മാർക്കാണ്? 300 മാർക്കാണ്. 500 മാർക്ക് കിട്ടേണ്ട ഒരു കുട്ടിക്ക് കിട്ടിയത് 300 മാർക്കാണ്. വൈ 300 മാർക്ക് കിട്ടി? കുട്ടി കുറേ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആക്കിയുണ്ട്. നെഗറ്റീവ് ആക്കാണ്ടിരുന്നെങ്കിൽ കുട്ടിക്ക് എത്ര കിട്ടിയേനെ? 300 കിട്ടിയേനെ. അപ്പോൾ എന്ത് ചെയ്യുക, ആ കാര്യം ശ്രദ്ധിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻ പോയി നോക്കാം, എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്തില്ല. നമ്മൾ ഇത്ര നേരം സംസാരിച്ചത് വൈ, നമ്മൾ ക്വസ്റ്റ്യൻ നെഗറ്റീവായി. ഇനി വൈ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തില്ല, എന്തുകൊണ്ട് കുറേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ല എന്നുള്ള കാര്യം നമ്മൾ ഡിസൈഡ് ആക്കുക. എന്തുകൊണ്ട് ചെയ്തില്ല? 1, നമ്മൾ പഠിച്ചിട്ടില്ല. 2, നമ്മൾ വിചാരിക്കുന്നുണ്ട് ഫിസിക്സ് പാടാണ്, ഫിസിക്സ് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ചെയ്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പം മോക്ക് എക്സാം എഴുതുന്ന സമയത്ത് മക്കളെ നിങ്ങൾ അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് എക്സാം എഴുതിയിട്ട് വരിക, ടോട്ടൽ മാർക്ക് എത്ര കിട്ടി നിങ്ങൾ നോക്കുക, എനിക്ക് എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, അപ്പം ടോട്ടൽ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, ടോട്ടൽ എത്ര മാർക്ക് എനിക്ക് ഡിസർവിങ് ആണ്, എന്നാൽ നോക്കിയ സമയത്ത് എനിക്ക് എത്ര മാർക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും
കെമിസ്ട്രിയിൽ ഞാൻ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, എനിക്ക് ഇത്ര കിട്ടേണ്ടിയിരുന്നു, പക്ഷെ ഇത്ര കിട്ടിയില്ല, കാരണം ഇത്ര നെഗറ്റീവായി. ബയോളജി ഇത്ര ചെയ്തു, ഇത്ര നെഗറ്റീവായി, ഇത്ര കിട്ടിയില്ല. അതുപോലെ ഫിസിക്സിൽ നോക്കാം. അതിനുശേഷം ശരിയായത് നിങ്ങൾക്കറിയാം, സോ അത് വിട്ടേക്കാം. നെഗറ്റീവായ ക്വസ്റ്റ്യൻസ് എടുത്ത ശേഷം എന്തുകൊണ്ട് നെഗറ്റീവായി? നെഗറ്റീവായുള്ള റീസൺ എന്തൊക്കെയാണ്? ഞാനത് പ്രോപ്പറായിട്ട് പഠിക്കാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ റിവിഷൻ ഇല്ലാത്തതുകൊണ്ടാവാം, കാൽക്കുലേഷൻ എററാവാം, ഇനി അശ്രദ്ധയാവാം. ശ്രദ്ധ എന്ന് പറയുമ്പോൾ എന്താണ്? വായിച്ചതിൽ സ്റ്റേറ്റ്മെൻറ്റ് മിസ്റ്റേക്കോ ഓപ്ഷൻ കറക്റ്റ് ചെയ്തുള്ള മിസ്റ്റേക്ക് എന്തെങ്കിലും ആവാം, ആ മിസ്റ്റേക്കാണ്. അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ്, എന്ത് സംഭവം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്ത് ചെയ്യുക? ആ ശരിയായ കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നി കുറേ നെഗറ്റീവ് ഉണ്ടാവുമല്ലോ, ആ പോയിന്റ്സ് ഒരു വെള്ള പേപ്പറിൽ എഴുതുക. വൈറ്റ് പേപ്പറിൽ എക്സാം അനലൈസ് പറഞ്ഞാൽ വൈറ്റ് പേപ്പർ എടുത്ത് എഴുതാം. ഇങ്ങനെ വൈറ്റ് പേപ്പർ എടുത്ത് എഴുതിയ ശേഷം എന്ത് ചെയ്യുക? അടുത്ത എക്സാം ആവുന്ന സമയത്ത് വന്ന് അനലൈസ് ചെയ്യുക. ഞാൻ നേരത്തെ കഴിഞ്ഞ എക്സാം അനലൈസ് ചെയ്ത സമയത്ത് കുറേ പോയിന്റ്സിനെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. ഈ എക്സാം കഴിഞ്ഞപ്പോൾ അതിൽ എത്ര പോയിന്റ്സ് എനിക്ക് മാറ്റാൻ കഴിഞ്ഞു? അതിൽ ഒരു പോയിന്റെങ്കിലും നിങ്ങൾക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റി? ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. നിങ്ങൾക്ക് ഒരു പോയിന്റെങ്കിലും അതിലെന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടായി? ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി എന്ന് വിചാരിക്കും. അതുപോലെ എല്ലാ എക്സാംസും പ്രോപ്പറായിട്ട് ഇത് ചെയ്യുക. ഇനി നിങ്ങൾ അടുത്ത ഓൺസെറ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെന്തുകൊണ്ട് അറ്റൻഡ് ചെയ്തില്ല? നിങ്ങളെ സാധനം അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആ സാധനം അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അറിയാത്ത കാര്യം എന്ത് ചെയ്യുക? നല്ലപോലെ പഠിക്കാൻ വേണ്ടി നോക്കുക. മനസ്സിലാവുന്നുണ്ട്? നല്ലപോലെ റിവിഷൻ ചെയ്യുക, വർക്ക് ചെയ്യുക, പഠിക്കുക. ഇങ്ങനെ പ്രോപ്പറായിട്ട് എക്സാം അനലൈസ് ചെയ്യുക. ഇങ്ങനെ എക്സാം അനലൈസ് ചെയ്യുമ്പം എക്സാമിൽ നമുക്ക് അറിയേണ്ട മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാവും. ആ മിസ്റ്റേക്സ് നമുക്ക് എന്തെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് എക്സാമിൽ എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് കൂട്ടാൻ കഴിയും. ഇങ്ങനെ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് എക്സാം എഴുതിയ ശേഷം എക്സാം മിസ്റ്റേക്ക് അനലൈസ് ചെയ്യുക.